കൈലാസം ശിവൻ്റെ വാസസ്ഥലമാണെങ്കിൽ എൻ്റെ ഈ പുറകിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ശിവൻ തന്നെയാണ്, ശിവൻ്റെ സ്വരൂപം തന്നെയാണ്. തിരുവണ്ണാമല. രമണ മഹർഷി ഈ തിരുവണ്ണാമലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഞാൻ തൊട്ടു മുമ്പിലെ പറഞ്ഞത്. കൈലാസം ശിവൻ്റെ വാസസ്ഥലമാണെങ്കിൽ തിരുവണ്ണാമല ശിവൻ തന്നെയാണ്, ശിവൻ്റെ സ്വരൂപം തന്നെയാണ്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് വലുത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടായ പുരാണ പ്രസിദ്ധമായിട്ടുള്ള കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ തർക്കം പരിഹരിക്കാനായിട്ട്, ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും കൂടെ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരമശിവന് ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ പുറകിൽ കാണുന്ന അരുണാചല പർവ്വതം. ഈ 14 കിലോമീറ്റർ ഈ മലയ്ക്ക് ചുറ്റും വലം ചെയ്ത് വരുന്നതിനെയാണ് ഗിരിപ്രദക്ഷിണം എന്ന് പറയുന്നത്. അങ്ങനെ ഗിരിപ്രദക്ഷിണം വെക്കുന്നത് പരമശിവന് പ്രദക്ഷിണം വെക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഗിരിപ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഗിരിപ്രദക്ഷിണം നമ്മൾ ആരംഭിക്കുന്നത് പ്രധാന ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിൻ്റെ മുന്നിൽ നിന്നാണ്. ഈ ഗിരിപ്രദക്ഷിണം ആരംഭിക്കുന്നത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആരംഭിക്കാം. ഗിരിപ്രദക്ഷിണം ആരംഭിക്കുന്ന സ്ഥലത്ത് തന്നെ തീർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എവിടെ നിന്ന് വേണമെങ്കിലും ആരംഭിക്കാം. നമ്മൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഗിരിപ്രദക്ഷിണം ആരംഭിക്കുന്നത്. രാജഗോപുരത്തിൻ്റെ പുറകിലായിട്ട് നമുക്ക് അരുണാചലേശ്വര ക്ഷേത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ രാവിലെ ഒരു 7 മണിക്കാണ് ഗിരിപ്രദക്ഷിണം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ അടുത്ത മാസം കാർത്തിക ദീപം ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ രഥങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വളരെ വലിയ രഥങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ കാണാം. ഇവിടെ ചില ആൾക്കാർ നിലത്ത് ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്ത്, ഗിരിപ്രദക്ഷിണം മുഴുവനായിട്ട് ചെയ്യുന്നതാണോ എന്നറിയത്തില്ല, ഇവിടെ ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കാണാം. ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു കാഴ്ച ഇതുവരെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഈ ഗിരിവലപാതയിൽ നമുക്ക് 8 ലിംഗങ്ങൾ കാണാം. അഷ്ടലിംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ ദിശകളിലുമായിട്ട് 8 ദിശകളിലുമായിട്ട് 8 ലിംഗങ്ങളാണ് കാണുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ആദ്യം കാണാൻ സാധിക്കുന്നത് ഇന്ദ്രലിംഗമാണ്. ഇത് പല ആൾക്കാർക്ക് മിസ്സായി പോകാൻ സാധ്യതയുള്ളൊരു ലിംഗമാണ് ഇന്ദ്രലിംഗം. ഇത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ അവിടെ ഏകദേശം ഒരു 100 മീറ്റർ ദൂരെയായിട്ടാണ് ഇന്ദ്രലിംഗം ഉള്ളത്. ഇന്ദ്രലിംഗം പ്രതിദാനം ചെയ്യുന്നത് കിഴക്ക് ദിശയാണ്. ഈ ഇന്ദ്രലിംഗം തുലാം രാശിക്കാർക്ക് വളരെ വിശേഷപ്പെട്ടതായിട്ടാണ് പറയുന്നത്. തുലാം രാശിക്കാരെ ഇവിടെ പാലാഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ടതായിട്ടാണ് പറയുന്നത്. നമ്മൾ ഇന്ദ്രലിംഗം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് കാണാം. പച്ചക്കറി മാർക്കറ്റ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പച്ചക്കറി മാർക്കറ്റാണ്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ജംഗ്ഷനാണ് വരുന്നത്. ആ കാണുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരമാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിന് നേരെ വാതക്കലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു കർപ്പക വിനായക ഒരു ക്ഷേത്രം കാണാം. ആ മുന്നിൽ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം. അവിടെ നമ്മൾ ഗിരിപ്രദക്ഷിണ പാതയിൽ കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു കാമാക്ഷി അമ്മൻ ഒരു ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഒരു മുരുകക്ഷേത്രം ഇടത് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു മുരുകക്ഷേത്രം സാമാന്യം വലിപ്പമുള്ള ഒരു മുരുകക്ഷേത്രമാണ്. നമ്മൾ ആ മുരുകക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ബോർഡ് കാണാം. ഇത് ബാംഗ്ലൂർ 222 കിലോമീറ്റർ, കൃഷ്ണഗിരി 107 കിലോമീറ്റർ. നേരെ വേറെ ഒരു വഴിയുണ്ട്. ഈ വഴിയല്ല നമുക്ക് പോകേണ്ടത്. ഇത് നമുക്ക് പോകേണ്ടത് മെയിൻ ബാംഗ്ലൂർ റോഡെയാണ് പോകേണ്ടത്. നമ്മൾ കുറച്ച് ഇങ്ങനെ വരുമ്പോഴത്തേനും വഴി രണ്ടായിട്ട് തിരിയുവാണ്. വഴി രണ്ടായിട്ട് തിരിയുന്നിടത്ത് ഇവിടെ ഈ രീതിയിലൊരു ബോർഡ് കാണാം. ഒന്ന് ബാംഗ്ലൂരിനൊക്കെ പോകുന്ന വഴിയാണ്. നമുക്ക് ആ ബാംഗ്ലൂർ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതുവഴി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് ചെല്ലും. നമ്മളിവിടെ കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് നല്ല അരുണാചല പർവ്വതത്തിൻ്റെ ദൂരെ എന്നുള്ള ദൃശ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് പോകേണ്ടത് ഇടതുവശത്തോട്ടാണ്. കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ അഗ്നി തീർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീർത്ഥം കാണാം. സാമാന്യം വലിപ്പമുള്ളൊരു കുളമാണ്. ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഇവിടെ അഗ്നി വിനായക എന്ന് പറഞ്ഞിട്ട് ഒരു വിനായകൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഗിരിവലപാതയിൽ വലതുവശത്തായിട്ടാണ് കാണുന്നത് അഗ്നിതീർത്ഥം. അഗ്നിതീർത്ഥം എന്ന് പറയുന്നത് സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു കുളമാണ്. നമ്മൾ അഗ്നിതീർത്ഥമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനുമാണ് അഗ്നിലിംഗം ഉള്ളത്. ഈ അഗ്നിലിംഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു അഗ്നിലിംഗം മാത്രമാണ് ഇവിടെ ഈ ഗിരിവലപാതയിൽ വലതുവശത്തായിട്ട് കാണുന്നത്. ബാക്കി ലിംഗങ്ങൾ മുഴുവൻ ഇടതുവശത്തായിട്ടാണ് കാണുന്നത്. നമ്മൾ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേനുമാണ് അഗ്നിലിംഗം കാണാനായിട്ട് സാധിക്കുന്നത്. അഗ്നിലിംഗം ഇവിടെ കുറച്ച് ഉള്ളിലായിട്ടാണ്. ഈ അഗ്നിലിംഗം സ്ഥാപിക്കുന്നത് അഗ്നി ഭഗവാനാണ്. ഈ ഓരോ ലിംഗങ്ങളും സ്ഥാപിച്ച ആളുടെ പേരിലാണ് ഈ ലിംഗങ്ങൾ അറിയപ്പെടുന്നത്. അഗ്നി ഭഗവാനാണ് ഈ അഗ്നിലിംഗം സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഇതിന് അഗ്നിലിംഗം എന്ന് പേര് വരുന്നത്. ഈ അഗ്നിലിംഗം തെക്ക് കിഴക്കേ ദിശയാണ് പ്രതിദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചിങ്ങം രാശിയിലുള്ളവർ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. ഇവിടുത്തെ ശേഷാദ്രി സ്വാമിയുടെ ആശ്രമം കാണാനായിട്ട് സാധിക്കും. വലത് സൈഡിലായിട്ട്, റോഡിൻ്റെ വലത് സൈഡിലായിട്ട്. ഈ ശേഷാദ്രി സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രമണ മഹർഷിയുടെ സമകാലീനായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്വാമിയാണ്. ഇദ്ദേഹമാണ് ഈ രമണ മഹർഷിയെ പാതാളലിംഗത്തിൽ നിന്ന് അവിടെ വെച്ച് കാണുകയും അവിടെ നിന്ന് സ്വാമി ഇങ്ങനെ ധ്യാനിച്ചിരിക്കേണ്ട ആളല്ല, വെളിലോകത്തിന് സ്വാമി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സ്വാമിയെ
രമണ മഹർഷിയെ വെളിലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ശേഷാദ്രി സ്വാമി ആണെന്നാണ് പറയുന്നത്. ഇവിടെ താമസിക്കാനായിട്ട്, ഇവിടെ ഡിവോട്ടീസിനൊക്കെ താമസിക്കാനായിട്ട് സൗകര്യം ഉണ്ടെന്നുമാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശേഷാദ്രി ആശ്രമമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഒരു 10-30 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു മഹാകാളിയമ്മൻ്റെ ഒരു കാളീക്ഷേത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാരങ്ങ കൊണ്ടുള്ള വഴിപാടുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ദൂരത്തോട്ടൊക്കെ പോകുന്ന ലോറി ഡ്രൈവർമാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ നാരങ്ങ ഈ ലോറിയുടെ ടയറിനടിയിൽ വെച്ച് അത് പൊട്ടിച്ച് പോകുന്നത് കാണാം. അതിപ്പോൾ അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വഴിയിൽ മറ്റ് തടസ്സങ്ങളോ ദോഷങ്ങളോ ഒന്നും വരികയില്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കാളീക്ഷേത്രത്തിൻ്റെ വശത്തായിട്ട് ഇവിടെ ഒരു നവഗ്രഹ വിഗ്രഹവും കാണാം. നവഗ്രഹത്തിൻ്റെ ചെറിയൊരു ശ്രീകോലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, കാളീക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ. ഈ കാളീക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ കുറേ വിഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാത്ത വിഗ്രഹങ്ങളാണ്. ഒത്തിരി പുരാതനമായിട്ടുള്ള വിഗ്രഹങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ നാഗങ്ങളുടെ ഉണ്ട്, ദേവിയുടെ ഉണ്ട്. ഇതുപോലെ അനേകം വിഗ്രഹങ്ങൾ ഇവിടെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ അനേകം ചെറിയ വിഗ്രഹങ്ങളും മൂർത്തികളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ കാളീക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ശിവൻ്റെ ഇവിടെ ചില സമയത്ത് ഇവിടെ വലിയ തിരക്കുമൊക്കെ കാണാം. ഇപ്പോൾ തീരെ തിരക്കില്ല ഇവിടെ. അങ്ങനെ നമ്മളിവിടെ ഗിരിപ്രദക്ഷിണം ചെയ്ത് രമണാശ്രമത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ രമണാശ്രമത്തിൽ രമണ മഹർഷിയുടെയും രമണ മഹർഷിയുടെ അമ്മയുടെയും ഒക്കെ സമാധിയുണ്ട്. ഈ തിരുവണ്ണാമലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ രമണാശ്രമം എന്ന് പറയുന്നത്. രമണാശ്രമത്തിൻ്റെ അകത്തോട്ട് നമുക്ക് വീഡിയോയും ക്യാമറയും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ വെളിയിലെ ദൃശ്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ രമണാശ്രമം വരെ എത്തുന്നത്. ചില ആൾക്കാർ ഗിരിപ്രദക്ഷിണം തുടങ്ങുന്നത് ഈ രമണാശ്രമത്തിൻ്റെ അവിടെ നിന്നും ഗിരിപ്രദക്ഷിണം തുടങ്ങുന്നുണ്ട്. ഇത് രമണാശ്രമത്തിനോട് ചേർന്ന് തന്നെ ഗിരിവലപ്പാതയിൽ ഇങ്ങോട്ട് വരുമ്പോൾ രമണാശ്രമത്തിനോട് ചേർന്ന് തന്നെ വലതുവശത്തായിട്ട് കാണുന്ന പാലി തീർത്ഥം എന്ന് പറഞ്ഞ ഒരു കുളമാണ്. ഈ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ കുളം ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പണ്ട് കാലത്ത് ഈ ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാർ ഈ കുളത്തിനകത്ത് കുളിച്ചിട്ട് ഈറനായിട്ടൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ കുളത്തിൽ കുളിക്കാൻ പോയിട്ട് ഈ വെള്ളത്തിൽ തൊടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഈ പാലി തീർത്ഥം എന്നതിന് പേര് വരാനായിട്ട് കാരണം പാലി എന്ന് പറയുന്ന ഒരു പ്രത്യേക കാസ്റ്റിലുള്ള ആൾക്കാരാണ് ഈ കുളം പണ്ട് കാലത്ത് പണിതത്. അങ്ങനെയാണ് ഇതിന് പാലി തീർത്ഥമെന്ന് പേര് വരുന്നത്. ഈ പാലി തീർത്ഥത്തിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ മണതീർത്ഥം എന്നുണ്ട്. കല്യാണ തീർത്ഥം എന്നും ഈ തീർത്ഥം അറിയപ്പെടുന്നത്. അതുപോലെ കല്യാണ മണ്ഡപം എന്നും ഈ മണ്ഡപം അറിയപ്പെടുന്നു. ഈ മണ്ഡപത്തിൽ വെച്ചിട്ട് ഈ മരണാനന്തര കർമ്മങ്ങളും അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നേരത്തെ ഇവിടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ദീപത്തിനോടനുബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ഇതുപോലെ സാധുക്കളൊക്കെ വിശ്രമിക്കാനായിട്ടും ഈ സ്ഥലം ഉപയോഗിക്കുന്നതാണ്. പാലി തീർത്ഥത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ പാലി തീർത്ഥ മണ്ഡപം എന്ന് പറഞ്ഞ് ഒരു മണ്ഡപം കാണാൻ രീതിയിൽ ഇവിടെ ഇതിനകത്ത് ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹവുമുണ്ട്. പാലിതീർത്ഥ മണ്ഡപമാണ്. പാലിതീർത്ഥ മണ്ഡപം നമ്മൾ ഇടത് സൈഡിലായിട്ട് ഗിരിവലപ്പാതയിൽ ഇടത് സൈഡിലായിട്ടാണ് ഈ പാലിതീർത്ഥ മണ്ഡപം കാണുന്നത്. പാലിതീർത്ഥത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ഗിരിവലപ്പാതയിൽ വരുമ്പം റോഡിൻ്റെ വലത് സൈഡിലായിട്ട് ഇവിടെ മണക്കുള ഗണപതി എന്ന് പറഞ്ഞൊരു ഗണപതിയുടെ ഒരു ചെറിയൊരു ക്ഷേത്രം കാണാം. ഈ ഗണപതിയുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച വിഘ്നങ്ങളൊന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആൾക്കാർ ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെ നമുക്ക് വേറൊരു ബോർഡ് കാണാനായിട്ട് സാധിക്കും. വേ ടു യോഗി രാം സൂരത് കുമാർ ആശ്രമം. യോഗി രാം സൂരത് കുമാറിൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 3/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ രാം സൂരത് കുമാറിൻ്റെ ആശ്രമത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഈ പാലിതീർത്ഥത്തിൻ്റെ അതേ വശത്ത് തന്നെ, അതായത് വലതുവശത്ത് തന്നെ ഇവിടെ ഒരു രമണാശ്രമത്തിൻ്റെ ഒരു ഡിസ്പെൻസറി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ സൗജന്യമായിട്ട് ചികിത്സയൊക്കെ നൽകുന്ന ഒരു സ്ഥലമാണ്. രമണാശ്രമത്തിൻ്റെ കൺട്രോളിലുള്ള ഒരു ഡിസ്പെൻസറിയാണ്. നമ്മൾ ആ രമണാശ്രമത്തിൻ്റെ ഇവിടെ നേരെ മുന്നോട്ട് വരുമ്പോഴത്തേന് ഈ ഡിസ്പെൻസറിയൊക്കെ കഴിഞ്ഞിട്ട് വലതുവശത്തൊരു വഴി കാണാം. പാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ഒരു വഴിയാണിത്. അപ്പോൾ ഈ വഴി മനസ്സിലാക്കാനായിട്ട് ഇവിടെ വേണ്ട ഒരു ഓമും കുരിശും ഇങ്ങനെ ചന്ദ്രക്കലയും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സിഗ്നലുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ പാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. ഈ പാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം ഈ രമണ മഹർഷിയുടെ കാലത്ത് അനേകം സിദ്ധന്മാർ ഇവിടെ താമസിച്ചിരുന്നതാണ്. രമണ മഹർഷിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങോട്ട് വന്ന് ഈ ഗിരിപ്രദക്ഷിണത്തിന് പോകുന്ന ആൾക്കാർ സാധാരണയായിട്ട് വരാറില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു മേൽമരുവത്തൂർ ആദി പരാശക്തി ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. മേൽമരുവത്തൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവിയാണ് മേൽമരുവത്തൂർ ദേവി. ആ ദേവിയുടെ തന്നെ ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മേൽമരുവത്തൂർ ആദിപരാശക്തിയുടെ ഒരു ക്ഷേത്രം നമ്മുടെ ഇടതുവശത്തായിട്ട് കാണാം. നേരെ മുന്നിലായിട്ട് ആദിപരാശക്തിയുടെ വേറെ ഒരു ക്ഷേത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്.
ഇവിടുന്ന് നമ്മൾ കയറി വരുമ്പോഴത്തേനും ഇവിടെ ഒരു അഗസ്ത്യ ഗണപതി ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ കാണാം. ഇത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ റോഡിൽ നിന്ന് ശക്കലം ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ്. പാലക്കോട്ടേക്ക് പോകുന്ന വഴിക്ക് ഉള്ള അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ്. ഈ അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഇവിടെ ഒരു ഗണപതി ഭഗവാന്റെ ഒരു ക്ഷേത്രം കാണാം. ഈ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇവിടെ ഇതുപോലെ നവഗ്രഹങ്ങളുടെ ഒരു പ്രതിഷ്ഠയും കാണാം. ഇവിടെ ഗണപതിയുടെ ഒരു ക്ഷേത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഇവിടെ നല്ല ഒരു തീർത്ഥക്കുളം കാണാം. ഇത് അഗസ്ത്യ തീർത്ഥം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. ഈ കുളത്തിനെ കുറിച്ചിട്ട് പറയുന്നത് ഇത് വേനൽക്കാലത്ത് പോലും ഇതിലെ വെള്ളം പറ്റുകയെന്നാണ് പറയുന്നത്. നല്ല ഇത് സാമാന്യം ഇവിടെ ആൾക്കാർ കുളിക്കുന്നതൊക്കെ കാണാം. ഇത് സാമാന്യം വലിയ നേരത്തെയൊക്കെ കണ്ടതിനേക്കാളും താരതമ്യേന വൃത്തിയുള്ള ഒരു കുളമാണ്. ഇതാണ് അഗസ്ത്യ തീർത്ഥം. ഈ ഗിരിപ്രദക്ഷിണത്തിന് വരുന്ന ആൾക്കാരൊന്നും ഇങ്ങോട്ട് ഒന്നും വരാറില്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ രമണ മഹർഷിയുടെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ പാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം. ഈ പാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ രമണാശ്രമത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുള്ളൂ. ഇന്നിപ്പം എപ്പോഴത്തേനും നമ്മൾ നടന്നു തീരുമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് ഈ ഗിരിവലം പൂർത്തീകരിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും വിശദമായിട്ട് ഓരോ സ്ഥലങ്ങളുടെയും കാഴ്ചകൾ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര താമസം എടുക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് വളരെ നല്ലതായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ അരുണാചല ഗിരിയുടെ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അരുണാചല പർവ്വതം വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതല്ല, നല്ല ഭംഗിയായിട്ട് വേറെ രീതിയിലുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് നമ്മൾ വേറൊരു ആ അരുണാചല പർവ്വതത്തിൻ്റെ വേറൊരു ഭാഗത്ത് നിന്ന് കാണുമ്പോഴുള്ളത് പോലെയല്ല. ഇവിടെ നിന്ന് വളരെ വിശാലമായിട്ട് മുഴുവൻ വേറൊരു രീതിയിൽ വളരെ നീളത്തിലാണ് നമുക്ക് പർവ്വതം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ രമണാശ്രമമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും വലതുവശത്ത്, അതായത് നമ്മളൊരു ആർട്സ് കോളേജൊക്കെ ഇടതുവശത്ത് കാണും. ആ ആർട്സ് കോളേജൊക്കെ കഴിഞ്ഞിട്ട് വലതുവശത്തായിട്ട് ഇതുപോലെ ഒരു പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ദ്രൗപദി അമ്മൻ ക്ഷേത്രമാണ്. ദ്രൗപദി ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ പുറകിലായിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് അരുണാചല പർവ്വതത്തിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ദൃശ്യവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ദ്രൗപദി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കല്ലുകൊണ്ടുള്ള ഒരു വിഗ്രഹമാണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു പ്രദക്ഷിണ വഴിയും കാണാം. ഇവിടെയായിട്ടിങ്ങനെ കല്ലുകൊണ്ടുള്ള ചെറിയ ചെറിയ മൂർത്തികളൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ഇതുവരെ ചായ പോലും കുടിക്കാതാണ് ഇറങ്ങിയത്. 10 മണിയായ സമയം. 10 മണിയായപ്പോൾ ചെറിയൊരു ഹോട്ടൽ കണ്ട് അവിടുന്ന് നമ്മൾ പൂരി ആണ് കഴിക്കുന്നത്. നമ്മൾ ആ ദ്രൗപദി ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഈ ഇടത് സൈഡിലായിട്ട്, റോഡിൻ്റെ ഇടത് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സുബ്രഹ്മണ്യ മണ്ഡപമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സുബ്രഹ്മണ്യ മണ്ഡപം. ഈ മണ്ഡപം, ഇതുപോലുള്ള മണ്ഡപങ്ങളിൽ ഈ ഇവിടെ ഉള്ള സാധുക്കൾക്കും അതുപോലെ പണ്ട് കാലത്ത് ഈ ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാനായിട്ടൊക്കെയുള്ള ഒരു സംഗതിയാണ് ഈ സുബ്രഹ്മണ്യ മണ്ഡപം. ഇവിടെ ഇതിനകത്ത് സുബ്രഹ്മണ്യൻ്റെ ഒരു വിഗ്രഹവും കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു ക്ഷേത്രമുണ്ട് ഇതിനകത്ത്. കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡപമാണ്. പൂർണ്ണമായിട്ട് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡപമാണ്. ഇത് കണ്ടോ, ഇത്രയും കാലം ഗിരിപ്രദക്ഷിണത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ള സംഗതികളൊന്നും കണ്ടിട്ടേ ഇല്ലായിരുന്നു. നമ്മൾ കണ്ട ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെയും സുബ്രഹ്മണ്യ മണ്ഡപത്തിൻ്റെയും ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡിൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ ഒരു സിംഹതീർത്ഥം എന്ന് പറഞ്ഞൊരു തീർത്ഥമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ആൾക്കാർക്ക് അങ്ങോട്ട് പോയി ആൾക്കാരെ കടത്തി വിടുന്നത് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ട് ഇവിടെ ഒരു സിംഹത്തിൻ്റെ, ഒരു വലിയ സിംഹത്തിൻ്റെ ഒരു രൂപമുണ്ട്. അകത്തോട്ട് കയറാനായിട്ടുള്ള ഒരു വഴിയുമൊക്കെ കാണാം. സിംഹതീർത്ഥം, ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഈ പണ്ട് കാലത്തുണ്ടായിരുന്ന കുളങ്ങളാണിതൊക്കെ. നമ്മൾ ആ സിംഹതീർത്ഥമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേന് ഈ വലതുവശത്തായിട്ട് ഇതുപോലെ ഒരു ക്ഷേത്രം കാണാം. ഇവിടെ ഒരു ചെറിയൊരു ദേവീക്ഷേത്രം കാണാം. രാജേശ്വരി ദേവീക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെ വേറെ ശകലം ഉള്ളിലോട്ട് കയറിയിട്ടൊരു ക്ഷേത്രമുണ്ട്. ഇതുവരെ ഞാനും ഈ വഴി വന്നിട്ടൊന്നും ശ്രദ്ധിക്കപ്പെടാതിരുന്നതാണ്. ഇവിടെ വാരാഹി ദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ കാണുന്നത്. ഇതിന് പുറകിലായിട്ട് ആഞ്ജനേയൻ്റെ ഒരു വിഗ്രഹം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാരാഹി ദേവിയുടെ പ്രതിഷ്ഠയുടെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ ആഞ്ജനേയ സ്വാമിയുടെ ഒരു ക്ഷേത്രവും കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാത്ത കിടക്കുന്ന ഒരു ക്ഷേത്രങ്ങളാണ്. പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും ഇതുവരെ കയറി വന്നിട്ടില്ല. ഇവിടെ മുകളിലൊക്കെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു മാൻ നിൽക്കുന്ന ഒരു മാൻ ഇവിടെ കാണാം. നേരെ പുറകിലായിട്ട് വേറെ മാനുകൾ ഇഷ്ടം പോലെ മാനുകൾ, 3-4 മാനുകൾ നിൽക്കുന്നത് കാണാം ഇവിടെ.
നമ്മൾ ആ സിംഹതീർത്ഥത്തിൻ്റെ അവിടെ നിന്ന് മറ്റേ ആ വാരാഹി ദേവിയുടെ ആ പ്രതിഷ്ഠയൊക്കെ കണ്ട് അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാഞ്ചി കാമകോടി പീഠ ശങ്കരമഠത്തിൻ്റെ തിരുവണ്ണാമല ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ റോഡിൽ നിന്നൊരു 10-30 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ കാഞ്ചി ശങ്കരമഠത്തിൻ്റെ ഒരു ബോർഡും ഒക്കെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇടത്തെ സൈഡിലായിട്ട് ഇവിടെ ശ്രീ ജ്ഞാന ലളിതാംബിക ആശ്രമം എന്നും പറഞ്ഞുകൊണ്ടൊരു ആശ്രമവും കാണാം. ഈ ശങ്കരമഠത്തിലോട്ടൊക്കെ സാധാരണ ക്യാമറ ഒന്നും അവർ കയറ്റാനായിട്ട് സമ്മതിക്കുന്നതല്ല. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് ഉള്ള ദൃശ്യങ്ങൾ മാത്രം നമുക്കൊന്ന് എടുക്കാം. ദൂരെയായിട്ട് കാണുന്നതാണ് ശങ്കരമഠം. ആ ശങ്കരമഠത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഒരു വഴിയുണ്ട്. ഈ ഇടത്തോട്ടുള്ള വഴിയെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ ഇടച്ചി മണ്ഡപം എന്നും പറഞ്ഞുകൊണ്ടൊരു പാറ കാണാം. പാറയിലോട്ട് മുകളിലോട്ടൊക്കെ കയറി പോകാനായിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് പറയുന്നത് പണ്ട് കാലത്ത് ഇവിടെ ഈ ആടിനെയൊക്കെ മേയ്ക്കാൻ വരുന്ന ഇടയന്മാരൊക്കെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ആടൊക്കെ പോകുന്നതൊക്കെ നോക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു മണ്ഡപമാണ്. അതാണ് ഇടച്ചി മണ്ഡപം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ഈ ഗിരിവലപാതയിൽ 3ാമത്തെ ലിംഗത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. 3ാമത്തെ ലിംഗം യമലിംഗമാണ്. യമലിംഗവും ലോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് കാണുന്നത്. ഈ യമലിംഗം പ്രതിദാനം ചെയ്യുന്നത് തെക്ക് ദിശയാണ്. യമലിംഗം പ്രതിദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വൃശ്ചിക രാശിയിൽ ഉള്ളവർ ഇവിടെ ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഇവിടെ വിശേഷപ്പെട്ട വഴിപാടാണ്. നമ്മൾ ആ യമലിംഗമാണ് കാണുന്നത്. ഇവിടുത്തെ 3ാമത്തെ, നമ്മൾ അരുണാചല ക്ഷേത്രത്തിനോട് തുടങ്ങും 3ാമത്തെ ലിംഗമാണ് യമലിംഗം. ഈ യമലിംഗത്തിൻ്റെ പുറകിലായിട്ട് യമ തീർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടൊരു കുളമുണ്ട്, തീർത്ഥക്കുളം. ഇങ്ങോട്ട് ആരും കടന്നു വരാത്തൊരു സ്ഥലമാണ്. പക്ഷെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കുളമായിരുന്നു പണ്ട്. പക്ഷെ നല്ല രീതിയിൽ കല്ലുകൊണ്ടൊക്കെ കെട്ടിയ കുളമായിരുന്നു. ഇപ്പോൾ വളരെ മോശമായിട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ ആമ്പലമാണോ താമരയാണോ എന്നറിയത്തില്ല. നല്ല ഇങ്ങനെ നിറച്ച് ആമ്പലോ താമരയോ അങ്ങനെ ഉള്ള പൂക്കൾ ഇതിനകത്ത് കാണാം. ഇത് യമലിംഗം വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെങ്കിൽ ഇവിടെ ഇപ്പം ഇങ്ങോട്ടൊന്നും ആരും കടന്ന് വരാറില്ല. ഇവിടെ വഴി 2ആയിട്ട് പിരിയാണ്. മുന്നോട്ട് പോകുന്നത് ബാംഗ്ലൂർ, വലതുവശത്തോട്ട് കിടക്കുന്നതാണ് ഗിരിവലപാത. ഇവിടെ തിരുവണ്ണാമല വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ കാണാം. അതുപോലെ നമ്മൾ ആ വഴിയാണ് വന്നത്. മുന്നിൽ പുറകിലായിട്ട് അരുണാചല പർവ്വതം നല്ല ഭംഗിയായിട്ട് കാണാം. ഈ കാണുന്ന വഴിയാണ് ബാംഗ്ലൂരിനൊക്കെയുള്ള വഴി. നമുക്ക് നേരെ കിടക്കുന്ന വഴിയാണ് പോകേണ്ടത്. നമ്മൾ ഈ ഗിരിവലപാതയിൽ വലതുവശത്തോട്ടുള്ള വഴിയെ കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമാണ് കാണുന്ന. വലംപിരി വിനായകർ ടെമ്പിൾ, ഗണപതി ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ് വലംപിരി വിനായക ടെമ്പിൾ. ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈ വലതുവശത്തോട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ വലംപിരി വിനായകർ എന്ന് പേര് വരുന്നത്. വലംപിരി വിനായകർ ടെമ്പിൾ. അപ്പം നമ്മൾ ഗിരിവലപാതയിൽ ശകലം തണലൊക്കെ ഉള്ള ഒരു വഴിയിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ സോനു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോനുവിൻ്റെ വീഡിയോ എടുക്കാനുള്ള തിരക്കായിരുന്നുകൊണ്ടാണ് സോനുവിനെ ഇതുവരെ കാണാതിരുന്നത്. അപ്പോൾ എന്താണല്ലോ ഇവിടെ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്, നല്ല തണുപ്പാണ്, നല്ലൊരു. പിന്നെ പുറകിലായിട്ട് മാനുകൾ, ഇഷ്ടം പോലെ മാനുകൾ നടക്കുന്നു. ഇവിടെ മാനുകൾ ഒരു പേടിയും ഇല്ലാതെയാണ് മാനുകൾ നടക്കുന്ന. മാനുകൾ, കുരങ്ങന്മാർ, വേണ്ട മാനുകൾ താഴെ കൂടെ അനേകം മാനുകൾ നടക്കുന്നത്. മാനുകൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ മാനുകളെ കാണും, ഇഷ്ടംപോലെ മാനുകൾ. ഈ ഗിരിവലപാതയിൽ കുറച്ചിങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ മാനുകൾ, ഇഷ്ടംപോലെ മാനുകളുണ്ട്. മാനുകളും കുരങ്ങന്മാരും ഒക്കെ. മരത്തിലൊക്കെ അവിടെ ഇവിടെയെല്ലാം കുരങ്ങന്മാരിരിപ്പുണ്ട്. മാനുകളെയും നമുക്ക് കാണാം ഇവിടെ. ഇതിവിടെ പുതിയതായിട്ട് കാണുന്ന ഒരു ക്ഷേത്രമാണ്. നേരത്തെ ഇങ്ങനൊരു ക്ഷേത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് അരുണഗിരിനാഥൻ്റെ ഒരു ക്ഷേത്രമാണ്. അരുണഗിരിനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ മുമ്പ് തിരുവണ്ണാമലയിൽ വന്ന ഒരു സിദ്ധനാണ്. ഈ അരുണഗിരിനാഥൻ്റെ ഈ ക്ഷേത്രം ഉള്ളതെന്ന് പറയാൻ നമ്മൾ റോഡ് മുന്നോട്ട് വരുമ്പോൾ 2ആയിട്ട് റോഡ് തിരിയുന്നുണ്ട്. ആ കാണുന്നതാണ് ഗിരിവല പാത. ഈ ഗിരിവലപാതയുടെയും അതുപോലെ തന്നെ ബാംഗ്ലൂർ റോഡിൻ്റെ ഈ വലതുവശത്തായിട്ട് കാണുന്നതാണ് ബാംഗ്ലൂർ റോഡ്. ഈ ബാംഗ്ലൂർ റോഡിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ അരുണഗിരിനാഥൻ്റെ ഈ ക്ഷേത്രം വരുന്നത്. ഇവിടെ നല്ല അരുണഗിരിനാഥൻ്റെ നല്ല സാമാന്യം വലിപ്പമുള്ള ഒരു പ്രതിമ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അരുണഗിരിനാഥൻ്റെ കഥയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ പരമ്പരകളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഇവിടുത്തെ തിരുവണ്ണാമലയിലെ സിദ്ധന്മാരുടെയും ഭക്തന്മാരെയും കുറിച്ചിട്ടൊക്കെ. അപ്പം നമ്മൾ അരുണഗിരിനാഥനെ കുറിച്ചൊരു കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഈ അരുണഗിരിനാഥൻ്റെ ക്ഷേത്രവും ഈ ഗിരിവലപാതയിൽ പോകുന്നവരെല്ലാം കണ്ട് ഇവിടെയും പ്രാർത്ഥിച്ച് പോവുക. ഈ ഗിരിവലപാതയിൽ പല സ്ഥലത്തായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അന്നദാനം കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ ഐശ്വര്യേശ്വര ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഇടത്ത് സൈഡിലായിട്ട് തന്നെ ഒരു ദുർവാസാവിൻ്റെ ഒരു ക്ഷേത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ദുർവാസാവ് മഹർഷിയുടെ ഒരു ക്ഷേത്രം. ഈ ദുർവാസാവ് മഹർഷിയുടെ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ കല്ലുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പല സ്ഥലങ്ങളിൽ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. കല്ലുകൊണ്ട്, അതുപോലെ മരത്തേലൊക്കെ ഇതുപോലെ
ഇങ്ങനെ സഞ്ചി പോലെ തൊട്ടിലാണ് തോന്നുന്നു, മരത്തിലൊക്കെ തൊട്ടിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ എനിക്ക് തോന്നുന്നത് സന്താനങ്ങളില്ലാത്ത ദമ്പതികളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം. ഇങ്ങനെ തൊട്ടിലിൻ്റെ ഒരു ആകൃതിയിലാണ് കാണുന്നത് ഇവിടെയെല്ലാം. നമ്മൾ മുമ്പ് കണ്ട ആ ദുർവാസ ക്ഷേത്രത്തിൻ്റെയൊക്കെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും വലത് സൈഡിലായിട്ട്, ഗിരിവലപ്പാതയിൽ വലത് സൈഡിലായിട്ട് ഒരു തീർത്ഥക്കുളമാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോന തീർത്ഥം എന്നാണ് ഈ തീർത്ഥക്കുളത്തിൻ്റെ പേര്. സാമാന്യ വലിപ്പമുള്ള ഒരു കുളമാണ്. ഈ കുളത്തിലോട്ട് നമുക്ക് ഇറങ്ങാനായിട്ടൊന്നും പറ്റുകയില്ല. ഇവിടെയും അടച്ചു വെച്ചിരിക്കുകയാണ്, ഇവിടെ ഗേറ്റൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട് പണ്ട് കാലത്തുണ്ടായിരുന്ന എനിക്ക് വന്നത് വേനൽക്കാലത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ പിടിച്ചു വെക്കാനായിട്ടുണ്ടായിരുന്ന കുളങ്ങളായിരുന്നു ഇതൊക്കെ. ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ജ്യോതി വിനായകൻ എന്ന് പറഞ്ഞൊരു വിനായകൻ്റെ ഒരു ക്ഷേത്രം കാണാം. ഇവിടെ ഒരു നന്ദിയുടെ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു വിഗ്രഹം ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ മുമ്പ് കണ്ട സോന തീർത്ഥമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ വലത് റോഡിൻ്റെ ഇടത് സൈഡിലായിട്ട് ഒരു ദേവീക്ഷേത്രമാണ് കാണാൻ സാധിക്കുന്നത്. മഹാശക്തി മാരിയമ്മൻ ക്ഷേത്രം. ഈ മഹാശക്തി മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമാണ്. കാളിയമർദ്ദന ശ്രീകൃഷ്ണൻ, കാളിയമർദ്ദനം ചെയ്യുന്ന ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ചെറിയൊരു പ്രതിഷ്ഠയാണ് ശ്രീകൃഷ്ണൻ്റെ. നമ്മൾ ഈ കാളിയമർദ്ദനം ശ്രീകൃഷ്ണൻ ശരിക്കും കാളിയമർദ്ദനം ചെയ്യുന്ന സ്ഥലത്ത് മധുരയിലൊക്കെ നമ്മൾ പോയി അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിക്കും കാളിയമർദ്ദനം നടന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട്. ഇതിൻ്റെ പുറകിലായിട്ടൊരു തീർത്ഥക്കുളമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ തീർത്ഥക്കുളത്തിൽ ഇവിടെ ഇതുണ്ട്. ഈ കുളങ്ങളൊക്കെ നേരത്തെ നല്ല രീതിയിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന കുളമാണ്. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുളങ്ങളാണ്. അത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ കാളിയമർദ്ദനം ചെയ്യുന്ന കൃഷ്ണൻ്റെയൊക്കെ ആ ക്ഷേത്രം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റോഡിൻ്റെ ഇടതുവശത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ശിവശക്തി ക്ഷേത്രം കാണാം. ശിവശക്തി സിദ്ധർ പീഠം എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ഷേത്രമാണ് കാണാനായിട്ട്. ശിവൻ്റെയും ശക്തിയുടെയും കൂടെ ഉള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഗിരിവലപ്പാതയിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരം നമ്മൾ കവർ ചെയ്തു എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഈ 14 കിലോമീറ്റർ ഉള്ളതിൽ 5 കിലോമീറ്ററാണ് നമ്മൾ നടന്നിരിക്കുന്നത്. നമ്മുടെ യാത്ര ആരംഭിച്ചത് രാവിലെ 7 മണിക്ക് നമ്മൾ നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം സമയം 1:15. ഇത്രയും സമയമായിട്ട് നമ്മൾ തീരെ പതുക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്പോട്ട് അവിടെ ആ ചുമല ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 കിലോമീറ്ററിൽ 5 കിലോമീറ്ററാണ് നമ്മൾ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് നിരുതി ലിംഗമാണ്. ഇനി ബാക്കി ഇത്രയും ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളതാണ്. ഇനി ബാക്കി എത്രയും ദൂരം നമുക്കിനി കവർ ചെയ്യാനുണ്ട്. ഇത്രയും നമ്മൾ പതുക്കെ നടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നേരം കൊണ്ടൊക്കെ നമുക്ക് മുഴുവൻ യാത്രയും നമുക്ക് തീർക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഈ ഗിരിവലപ്പാതയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഈ സാധുക്കൾ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നത് കാണാം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ രമണാശ്രമത്തിനും അതുപോലെ തന്നെ പല ആശ്രമങ്ങളിൽ നിന്നൊക്കെ വണ്ടിയിലുമൊക്കെ ആയിട്ട് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കുമൊക്കെ കൊണ്ടു കൊടുക്കുന്നതാണ്. ഇങ്ങനെ വഴി നീളെ നമുക്കിതുപോലെ ഈ രീതിയിൽ കാണാനായിട്ട് സാധിക്കും സ്വാമിമാരെ. അങ്ങനെ നമ്മൾ നടന്ന് അഷ്ടലിംഗങ്ങളിൽ അടുത്ത ലിംഗത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇത് നിരുതിലിംഗമാണ്. ഈ നിരുതിലിംഗം തെക്ക് പടിഞ്ഞാറ് ദിശയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഓരോ ലിംഗങ്ങളും ഓരോ ദിശയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഓരോ ദിശയിലെ അഷ്ടദിക്പാലകന്മാരാണ് ഇവരെല്ലാം. ഇവർ സ്ഥാപിച്ച ലിംഗങ്ങളാണ് ഈ 8 ദിശകളിലായിട്ട് കാണുന്നത്. ആ സ്ഥാപിച്ച ആളുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. മേടരാശിയിലുള്ള ഒരു തേനും കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വിശേഷപ്പെട്ടതാണ് ഈ നിരുതിലിംഗത്തിൽ. ഈ നിരുതിലിംഗത്തിൻ്റെ വലത് സൈഡിലായിട്ട് നമുക്കിതുപോലെ ഒരു കുളം കാണാനായിട്ട് സാധിക്കും. ഈ കുളമൊക്കെ ഇപ്പം ഉപയോഗശൂന്യമാണ്. എല്ലാ കുളത്തിലും വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ആ നിരുതി ലിംഗമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിലായിട്ട് തിരുനീർ അണ്ണാമലൈ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. തിരുനേർ അണ്ണാമലൈ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് ഈ ഗിരിപ്രദക്ഷിണമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ശരിക്കും ആദ്യമായിട്ട് ഈ ഗിരിപ്രദക്ഷിണം തുടങ്ങുന്നത് പാർവതീദേവിയാണ്. പാർവതീദേവി ഗിരിപ്രദക്ഷിണം ചെയ്ത് ഇവിടെ വരുമ്പം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത്, ഇപ്പം ഈ ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അടുത്ത് വരുമ്പോഴത്തേനും ഇവിടെ വെച്ചിട്ടാണ് ശിവഭഗവാന് പാർവതീദേവിക്ക് ദർശനം കൊടുക്കുന്നത്. ഈ തിരുനേർ അണ്ണാമലയാർ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു പാർവതീദേവിയുടെ ഒരു ക്ഷേത്രവും കാണാനായിട്ട് സാധിക്കും. തിരുനേർ ഉണ്ണാമുലൈ അമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം. ഇതിന് ഈ തിരുനേർ അണ്ണാമലൈ ക്ഷേത്രം എന്ന് പേര് വരാനായിട്ട് കാരണം ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം നേരെ ഫേസ് ചെയ്യുന്നത് അരുണാചല പർവ്വതത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിന് തിരുനേർ അണ്ണാമലൈ ക്ഷേത്രം എന്ന് പേര് വരുന്നത്. ഇവിടെ ഈ തിരുനേർ അണ്ണാമലയാർ ക്ഷേത്രം, ഇവിടെ തിരുനേർ
ഉണ്ണാമുലയമ്മൻ ക്ഷേത്രം, അതിനോട് ചേർന്ന് തന്നെ ഒരു ഗായത്രി ദേവിയുടെ ഒരു ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും. ആ ഗായത്രി ദേവി ക്ഷേത്രത്തിൻ്റെ കുറച്ച് മുമ്പിലായിട്ടാണ് ഇവിടുത്തെ നവഗ്രഹ ക്ഷേത്രം കാണാനായിട്ട് സാധിക്കുന്നത്. തിരുനേർ അണ്ണാമലയാർ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഒരു 10-20 സ്റ്റെപ്പ് മുന്നോട്ട് വരുമ്പോഴത്തേനും റോഡിൻ്റെ വലത് സൈഡിലായിട്ട് ഇവിടെ ഒരു ആഞ്ജനേയ ക്ഷേത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആഞ്ജനേയ ക്ഷേത്രം. നമ്മൾ ആ തിരുനേർ അണ്ണാമലയാർ ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇടത് സൈഡിലായിട്ട് ഇതുപോലെ ഒരു പളനി ആണ്ടവൻ കോവിൽ കാണാം. നമ്മൾ ആ പളനി ആണ്ടവ ക്ഷേത്രത്തിന് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുവഴി രാജരാജേശ്വരി അമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കാണാം. ഇതെല്ലാം വലതുവശത്തായിട്ട് രാജരാജേശ്വരി അമ്മൻ ക്ഷേത്രമാണ് കാണുന്നത്. ഈ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഉച്ചസമയമായതുകൊണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഈ രാജരാജേശ്വരി അമ്മൻ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ വിവാദസ്വാമി നിത്യാനന്ദൻ്റെ ഒരു ആശ്രമമാണ് കാണുന്നത്. ഇവിടെ ഒരു മൗനസിദ്ധൻ്റെ ആശ്രമമാണ്. മൗനസിദ്ധൻ്റെ ആശ്രമം നേരത്തെ വളരെ ചെറിയൊരു ആശ്രമമായിരുന്നു, ഇപ്പം വളരെ വലിയ രീതിയിലൊരു ആശ്രമമായിട്ടുണ്ട്. മൗനസ്വാമികളുടെ ആശ്രമമാണിത്. ഇവിടെ ഇങ്ങനെ ഒരു നന്ദി മണ്ഡപം കാണാം. ഒരു സാമാന്യ വലുപ്പമുള്ള ഒരു നന്ദിയുടെ ഒരു വിഗ്രഹം കാണാം. നമ്മൾ ആ മൗനസ്വാമിയുടെയൊക്കെ ആ ആശ്രമമൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു സിംഹതീർത്ഥം എന്ന് പറഞ്ഞൊരു കുളമാണ്. ഇപ്പോൾ സിംഹത്തിൻ്റെ വായിലൂടെ ഇറങ്ങി വരാവുന്ന രീതിയിലാണ് ഈ കുളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലെ സിംഹത്തിൻ്റെ വായിലൂടെ ഇറങ്ങി വരുമ്പോഴത്തേനും നമ്മൾ ഈ സിംഹതീർത്ഥം എന്ന് പറയുന്ന കുളത്തിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഒരു സിംഹതീർത്ഥം കണ്ടായിരുന്നു. നമ്മൾ ഇത് നമ്മൾ ഗിരിപ്രദക്ഷിണം തുടങ്ങിയ ഏകദേശം ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു സിംഹതീർത്ഥം കണ്ടത്. ഇത് താരതമ്യേന നല്ല വെള്ളമാണ്. ഇവിടെ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു ഈ വെള്ളം. നമ്മൾ ആ സിംഹതീർത്ഥമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഈ ഇടത് സൈഡിലായിട്ട് ഗൗതമ ഋഷിയുടെ ഒരു ക്ഷേത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഗൗതമ ഋഷിയുടെ ക്ഷേത്രം, ഗൗതമ ഋഷിയുടെ ആശ്രമം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇടത് സൈഡിലായിട്ട് സൂര്യലിംഗം എന്ന് പറഞ്ഞ ലിംഗമാണ് കാണുന്നത്. ഈ സൂര്യലിംഗം നമ്മുടെ ഈ അഷ്ടലിംഗങ്ങളിൽ പെടുന്നതല്ല. ഇത് സൂര്യദേവന് ഇവിടെ അരുണാചലേശ്വരനെ പ്രാർത്ഥിക്കാനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ലിംഗമാണ് സൂര്യലിംഗം. ഇത് അഷ്ടലിംഗങ്ങളിൽ പെടുന്ന ലിംഗമല്ല, എങ്കിലും സൂര്യലിംഗം, ചന്ദ്രലിംഗം, അങ്ങനെ 2 ലിംഗങ്ങൾ, അഷ്ടലിംഗത്തിൽ പെടാത്ത ലിംഗങ്ങൾ നമുക്ക് ഈ ഗിരിവനപാതയിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ സൂര്യലിംഗമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേന് ഇടത് സൈഡിലായിട്ട് സായിബാബയുടെ, ഷിർദി സായിബാബയുടെ ഒരു സാമാന്യം വലിപ്പമുള്ളൊരു ആശ്രമമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു രാമപാദം അല്ലെങ്കിൽ വിഷ്ണു പാദമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സാമാന്യം വലുപ്പമുള്ള രീതിയിൽ ഇങ്ങനെ ഒരു വിഷ്ണുവിൻ്റെ പാദം. അഷ്ടദിക്പാലകരിൽ പടിഞ്ഞാറ് ദിശയുടെ ദിക്പാലകനായിട്ടുള്ള വരുണ ഭഗവാൻ പ്രതിഷ്ഠിച്ച ലിംഗമാണ് വരുണലിംഗം. ഈ വരുണലിംഗത്തിൽ മകരം, കുംഭം രാശിയിലുള്ളവർ തൈര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് ഇവിടുത്തെ വിശേഷം. ഈ വരുണലിംഗത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ വരുണ തീർത്ഥം എന്ന് പറഞ്ഞൊരു കുളം കാണാം. നമ്മൾ ആ വരുണലിംഗമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഈ വലത് സൈഡിലോട്ടൊരു വഴി കാണാം. ആദി അണ്ണാമലൈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ആദി അണ്ണാമലൈ ക്ഷേത്രം എന്ന് പറഞ്ഞ് ഇവിടെ വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം, ഈ അണ്ണാമലൈ ക്ഷേത്രം പ്രധാന ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് വന്നൊരു ക്ഷേത്രമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദി അണ്ണാമലൈ ക്ഷേത്രം എന്നതിന് പേര് വരുന്നത്. ഈ കാണുന്ന വഴിയാണ് ആദി അണ്ണാമലൈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരെ ഈ അരുണാചല പർവ്വതത്തിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു 100 മീറ്റർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ആദി അണ്ണാമലൈ ക്ഷേത്രത്തിൻ്റെ മതിൽ കാണാം. നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് പോയിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ എടുക്കാം. ഈ ആദി അണ്ണാമലൈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ചെറിയ വീടുകളൊക്കെയാണിത്. ഈ ആദി അണ്ണാമലൈ ക്ഷേത്രത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ നമ്മുടെ പ്രധാനപ്പെട്ട അരുണാചലേശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ അണ്ണാമലൈ ക്ഷേത്രം, ഈ ആദി അണ്ണാമലൈ ക്ഷേത്രമാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആദി അണ്ണാമലൈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മാവും വിഷ്ണുവും കൂടെ ആരാണ് വലുത് എന്നുള്ള തർക്കമുണ്ടായി. ഈ ബ്രഹ്മാവ് ശിവനോട് വന്ന് കള്ളം പറയുമ്പോൾ ശിവന് ബ്രഹ്മാവിനെ ശപിക്കുന്നതായിട്ടാണല്ലോ കഥ. അതായത് ബ്രഹ്മാവിന് ലോകത്തൊരിടത്തും ക്ഷേത്രങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെന്ന്. അങ്ങനെ വരുമ്പോഴത്തേനും ബ്രഹ്മാവ് ഇവിടെ വെച്ചിട്ട് ഒരു ശിവലിംഗം പണിത് പ്രാർത്ഥിച്ചു, പൂജിച്ചു എന്നാണ് പറയുന്നത്. ഈ ആദി അണ്ണാമലൈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് ഇതുപോലൊരു കുളം കാണാം. ബ്രഹ്മതീർത്ഥം എന്നാണ് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തീർത്ഥക്കുളമാണ്. പണ്ട് കാലത്തെ തീർത്ഥക്കുളമായിരുന്നു. ഇവിടെ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇറങ്ങാനായിട്ടൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു
ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടോ, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ എന്ത് അവസ്ഥയിലാണ് എന്നുള്ളത്. ഇത് കണ്ടോ, മുഴുവൻ ഇതായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടോ, താഴെ ആ മുകളിൽ കാണുന്നതാണ് അരുണാചല പർവ്വതം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആദി അണ്ണാമല ക്ഷേത്രം. ആദി അണ്ണാമല ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളമാണ് നമ്മൾ ഈ കണ്ടത്. ഈ കാണുന്നത് ബ്രഹ്മതീർത്ഥം എന്ന് പറയുന്ന കുളമാണ്. നമ്മൾ ആ ആദി അണ്ണാമല ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങി വന്ന് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേനും വലത് സൈഡിലായിട്ട് കോർണറിലായിട്ട് ഒരു ക്ഷേത്രം കാണാം. മാണിക്യവാചർ ക്ഷേത്രമാണ്. മാണിക്യവാചറുടെ ഒരു ക്ഷേത്രം ഇവിടെ കാണാം ഈ കോർണറിലായിട്ട്. മാണിക്യവാചർ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഗിരിവലപ്പാതയിൽ നമ്മുടെ ഇടതുവശത്തായിട്ട് ഇത് കണ്ടു ഒരു മരം, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മരം ഉണ്ടായി വന്നേക്കുന്നത്. ഇതെന്താണ്, വാഗമരം പോലത്തെ ഒരു മരമാണ്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് ഒരു ഇങ്ങനെ ഇടിഞ്ഞ് പോയ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ വാഗമരം കാണുന്നത്. തമിഴ്നാടിൻ്റെ റേഷൻ കടയാണെന്ന് തോന്നുന്നത്. തമിഴ്നാട്ടിലെ ഇവിടെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മൾ നടന്നിപ്പോൾ ഏകദേശം ഒരു 4:30 സമയം. നമ്മൾ 7 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമ്മൾ ആദി അണ്ണാമല ക്ഷേത്രം കഴിഞ്ഞ് നമ്മുടെ മാണിക്യവാചകർ ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ക്ഷേത്രം കാണും. ഗണപതിയുടെ ഒരു വിഗ്രഹമാണ്, ഒരു ഗണേശ ക്ഷേത്രമാണ്. വലത് സൈഡിൽ ഇട സൈഡിലായിട്ടൊരു ഗണേശ ക്ഷേത്രം കാണാം. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേനും ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ കാണാം. 12 ജ്യോതിർലിംഗം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന് വായുലിംഗത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ വായുലിംഗം സൂചിപ്പിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ ദിക്പാലകനാണ് വായുദേവൻ സ്ഥാപിച്ച ലിംഗമാണ് വായുലിംഗം. വായുലിംഗത്തിൽ കർക്കടകം രാശിയിലുള്ളവർ സുഗന്ധദ്രവ്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഉത്തമമാണ്. നമ്മൾ ആ നേരെ കാണുന്നതാണ് വായുലിംഗം. ഈ വായുലിംഗത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വലത് സൈഡിലായിട്ട് ഇവിടെ ഒരു മുത്തുമാരിയമ്മൻ ക്ഷേത്രം കാണാം. മുത്തുമാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രമാണ്. കണ്ടിട്ട് ശകലം പഴയ ഒരു ക്ഷേത്രമാണ് മുത്തുമാരിയമ്മൻ ക്ഷേത്രം. ഇവിടോട്ടൊന്നും ആൾക്കാരൊന്നും കയറി വരാത്ത ഒരു ക്ഷേത്രമാണ്. ഇവിടെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഈ വായുലിംഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു മുനീശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏതോ ഒരു മുനിയോ, ഇത് സാമാന്യം വലിപ്പമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഇങ്ങനെ മുനീശ്വര, ഇവിടെ ഇതുപോലെ വലിയൊരു പ്രതിമ കാണാം. മുനീശ്വര ക്ഷേത്രം. വായുലിംഗം കഴിഞ്ഞ് കുറച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഈ മൂക്കുപ്പടി സിദ്ധർ എന്ന് പറഞ്ഞൊരു സിദ്ധൻ്റെ ഒരു ആശ്രമമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേനും ഈ വായുലിംഗത്തിലെത്തിയായിരുന്നു. വായുലിംഗത്തിലെത്തിയപ്പോൾ നമ്മൾ ലൈറ്റ് കുറഞ്ഞതുകൊണ്ട് ഇന്നലെ കൊണ്ട് നമ്മൾ ആ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ ഗിരിപ്രദക്ഷിണം പൂർത്തിയാക്കി. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഒരു 9:45 നമ്മൾ വായുലിംഗത്തിൻ്റെ അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ ആ വായുലിംഗത്തിൻ്റെ അവിടുന്ന് കുറേ കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സ്പോട്ട് കാണാം. ഇവിടുന്ന് ഇനി നമുക്ക് 2 ലിംഗങ്ങളും കൂടെ ഉണ്ട് കവർ ചെയ്യാനായിട്ട്. കുബേരലിംഗവും അതുപോലെ ഈശാന ലിംഗം കൂടാണ് കവർ ചെയ്യാനുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറകിലായിട്ട് അരുണാചല പർവ്വതം നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതുപോലെ ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ വന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് സെൽഫി എടുക്കാനായിട്ടും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് അരുണാചല പർവ്വതവും നല്ല ഭംഗിയായിട്ട് കാണാം. ചന്ദ്രലിംഗം എന്നും പറഞ്ഞൊരു ലിംഗമുണ്ട്. ഇത് നമ്മുടെ അഷ്ടലിംഗങ്ങളിൽ വരുന്നതല്ല, ചന്ദ്രദേവൻ പ്രതിഷ്ഠിച്ച ലിംഗം ആയതുകൊണ്ടായിരിക്കും ഇതിന് ചന്ദ്രലിംഗം എന്ന് പേര് വരുന്നത്. ഇതുപോലെ അഷ്ടലിംഗത്തിൽ പെടുന്നതല്ലാത്ത 2 ലിംഗങ്ങൾ ഇവിടെയുണ്ട്, ചന്ദ്രലിംഗവും സൂര്യലിംഗവും. സൂര്യലിംഗം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇത് ചന്ദ്രലിംഗമാണ്. ശ്രീ ലോകമാത അഗസ്ത്യാർ സഭ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഒരു പ്രത്യേകത കാണാനായിട്ട് സാധിച്ചത്, സാധാരണ ഈ നന്ദിദേവന് ശിവലിംഗത്തിലോട്ട് നോക്കിയിരിക്കുന്നതാണ് സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഇവിടെ ഈ നന്ദി ഭഗവാന് അരുണാചല പർവ്വതത്തിലോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലാണ് നന്ദി ഭഗവാൻ. അതായത് ഈ വിഗ്രഹത്തിന് അകത്തെ മൂർത്തിക്ക് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്, നേരെ പുറംതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് അരുണാചല പർവ്വതത്തിലോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 27 നക്ഷത്രങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന 27 ശിവലിംഗങ്ങളും ഇതിനകത്ത് കാണാം. ഇത് കുബേരലിംഗമാണ്. കുബേരലിംഗം വടക്ക് ദിശയുടെ ദിക്പാലകനാണ് കുബേരലിംഗം. കുബേരലിംഗത്തിൽ ധനു മീനം രാശിയിലുള്ളവർ കരിമ്പിൻ്റെ നീരുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഉത്തമമാണ്. ഈ കുബേരലിംഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ദശഭുജ അഷ്ടലക്ഷ്മി ദേവീക്ഷേത്രം കാണാം. ദേവീക്ഷേത്രം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ അരുണാചല
പർവ്വതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യമാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ പഞ്ചമുഖ ദർശനം എന്ന് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. 5 മുഖങ്ങൾ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുകയില്ല. ഇതാണ് ഈ പഞ്ചമുഖ ദർശനം. ഈ രീതിയിൽ 5 മുഖങ്ങളായിട്ട് ശിവൻ്റെ ഈ പർവ്വതത്തിൻ്റെ ഒരു രൂപം കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ പുറകിലിപ്പോൾ മരങ്ങളുള്ളതുകൊണ്ടാണ് നമുക്കങ്ങനെ കാണാനായിട്ട് പറ്റാത്തത്. നമ്മൾ ആ പഞ്ചമുഖ ദർശനമൊക്കെ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പർവ്വതത്തിൻ്റെ. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പർവ്വതം കാണാം. 3 കുന്നുകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നടന്ന് ചെരുപ്പില്ലാതെ ഗിരിപ്രദക്ഷിണം വെച്ച് പോകുന്ന ആൾക്കാർ കണ്ടോ, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ കുടയൊക്കെ ചൂടി കാല് ചെരുപ്പൊക്കെ ഇട്ടാണ് ഞങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നത്. പക്ഷേ ഈ ചെരുപ്പില്ലാതെ പോകുന്നത് അതുപോലെ കാല് പൊള്ളും. നമ്മൾ ഈ ഗിരിപ്രദക്ഷിണം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലുള്ള സമയത്ത് കഴിവതും പ്രദക്ഷിണം ചെയ്യരുത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു. 11 മണിയൊക്കെ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഒന്നുകിൽ വെയിലത്ത് ആണെങ്കിൽ കുട ഉണ്ടായിരിക്കണം. ചെരുപ്പിടാതെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ചെരുപ്പിടാതെ പ്രദക്ഷിണം ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടാറിങ്ങയിൽ ചവിട്ടി കാലൊക്കെ പൊള്ളും. ഇവിടെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ചെരുപ്പില്ലാതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ചെരുപ്പില്ലാതെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ രാവിലെ സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് സമയത്തോ നടക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ പകൽ സമയത്താണെങ്കിൽ ഒരു കുട കയ്യിലില്ലെങ്കിൽ അതുപോലെ നമുക്ക് പ്രശ്നമാകും. നമ്മൾ ആ ജംഗ്ഷൻ്റെ ഇവിടുന്ന് ഇപ്പോഴാ ബസ്സൊക്കെ പോകുന്ന വഴിയെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ ആൾക്കാർ അബദ്ധം പറ്റി പോകരുത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഈശാനലിംഗം ഈ സൈഡിലാണ്. നമ്മുടെ ഇടതുവശത്തോട്ടുള്ള വഴിയാണ് ഈശാനലിംഗത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ആ ഓട്ടോ ഒക്കെ പോകുന്ന വഴിയാണ് ഈശാനലിംഗത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ചിലർ അറിയാതെ ചിലപ്പം ഈ വഴിയേ പോകും ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലോട്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈശാനലിംഗം കാണാനായിട്ട് പറ്റുകയില്ല. നമ്മളങ്ങനെ അവസാനത്തെ ലിംഗമായിട്ടുള്ള അഷ്ടലിംഗങ്ങളിൽ അവസാനത്തെ ലിംഗമായിട്ടുള്ള ഈശാനലിംഗത്തിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഈശാനലിംഗം വടക്ക് കിഴക്കേ ദിശയുടെ ദിക്പാലകനാണ് ഈശാനൻ സ്ഥാപിച്ച ലിംഗമായതുകൊണ്ടാണ് ഈശാനലിംഗം എന്ന് പേര് വരുന്നത്. ഈ ഈശാനലിംഗത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതാണ് ലിംഗക്ഷേത്രം. ഈശാനലിംഗക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ അമ്മണിയമ്മൻ തിരുക്കോവിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കാണാം. ഈ അമ്മണിയമ്മൻ എന്ന് പറയുന്ന അമ്മയാണ് ഈ നമ്മുടെ തിരുവണ്ണാമല അരുണാചല ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരം പണി കഴിപ്പിക്കുന്നത്. ഈ അമ്മണിയമ്മൻ്റെ ഒരു ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അമ്മണിയമ്മൻ ക്ഷേത്രം. നമ്മളങ്ങനെ തിരുവണ്ണാമല ഗിരിപ്രദക്ഷിണം ഇവിടെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണെന്ന് പറയാം. നമ്മൾ 8 ലിംഗങ്ങൾ ഈ മലയ്ക്ക് ചുറ്റുമുള്ള 8 ലിംഗങ്ങൾ 8 ദിശകളിലായിട്ടുള്ള 8 ലിംഗങ്ങളും നമ്മൾ ദർശനം ചെയ്തു. അതിൽ ഏറ്റവും അവസാനത്തുള്ള ലിംഗമാണ് ഈശാനലിംഗം. വടക്ക് കിഴക്കേ ദിശയിലെ ദിക്പാലകനാണ് ഈശാനൻ. അങ്ങനെ ഓരോ ദിക്കിൻ്റെയും ദിക്പാലകന്മാർ പ്രതിഷ്ഠിച്ച ലിംഗങ്ങളാണ് അഷ്ടദിക് ലിംഗങ്ങൾ. 8 ദിക്കുകളിലായിട്ട് 8 ലിംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഗിരിപ്രദക്ഷിണ പാതയിൽ. ആ 8 ലിംഗങ്ങളും നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ തിരിച്ചു പോയിട്ട് അരുണാചല ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടുകൂടി നമ്മുടെ ഈ ഗിരിപ്രദക്ഷിണം പൂർത്തിയാവുകയാണ്. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോടുകൂടി നമ്മൾ ഗിരിപ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 8 ലിംഗങ്ങളും ഈ അരുണാചലഗിരിയുടെ ചുറ്റുമുള്ള 8 ലിംഗങ്ങളുടെയും ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് 2 ദിവസവും എടുത്തതെങ്കിലും നമ്മൾ നമ്മുടെ അരുണാചല ഗിരിപ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഓം അരുണാചലേ